എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ റീസണിങ്ങിന്റെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് എത്തിയിട്ട്, അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് ഒന്ന് പോകാം. ഞാൻ ആദ്യം ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതിന് ശേഷം മാത്രം കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ സോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യം ഞാൻ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ കോൺസെപ്റ്റ് എന്നൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സ് ആണല്ലേ, ABCD Z വരെയുള്ള 26 ലെറ്റേഴ്സ്. കൂടെ അവയുടെ എന്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇതാണ് പ്ലേസ് വാല്യൂസ് എന്ന് പറയും. കണ്ട, 1 2 3. A is the first alphabet, B is the second alphabet, and C is the third alphabet, and Z is the 26th alphabet. ഇവയാണ് പ്ലേസ് വാല്യൂസ് അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂസ് എന്നറിയപ്പെടും കേട്ടോ. അപ്പൊ ഈ ഓരോ ലെറ്ററിനും അവയുടെ ഒരു സ്ഥാന വിലകളുണ്ട്. അപ്പൊ ആ വിലകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ ഇടയ്ക്ക് വരുന്നതൊക്കെ ഡൗട്ട് ഉള്ളവർ കാണും. അവർക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ആ കോഡ് ഇതാണ്. ഇജോട്ടി എന്ന് പറയുന്ന കോഡ് ഓർത്തു വെക്കുക. ഇജോട്ടി എന്നുള്ള കോഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ 5 10 15 20 25 പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സിനെ നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ T 20ാമതായിട്ട് വരുന്ന ലെറ്റർ ആണ് നമുക്ക് ഓർത്താൽ PQRST. അപ്പൊ 19ാമതായിട്ട് വരുന്ന ആൾ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി നോക്കാതെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. ഈ കോഡ് ഓർത്തു വെച്ചാൽ നമുക്ക് ആ സ്ഥാന വിലകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് കോഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? കോഡിങ്ങിൽ പല ടൈപ്പ് ഓഫ് കോഡിങ്ങുകൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഡിംഗ് വിത്ത് ആൽഫബറ്റ്സ്, അതായത് ഈ ആൽഫബറ്റ് വെച്ചുകൊണ്ടുള്ള കോഡിങ്ങുകളുണ്ട്. അതുപോലെ ആൽഫബറ്റും നമ്പേഴ്സും, നമ്പറുകളുടെ കോഡിംഗ് ഉണ്ട്. ആൽഫബറ്റും നമ്പറൂടെ കണക്ട് ചെയ്തിട്ടുള്ള കോഡിങ്ങുകളുണ്ട്. അതേപോലെ തന്നെ കോഡിംഗ് വിത്ത് സിമ്പലുകൾ ഉപയോഗിച്ചിട്ടുള്ള കോഡിങ്ങുകളുണ്ട്. കോഡിംഗ് വിത്ത് കമ്പാരിസൺ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും എന്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ആയിട്ട് മക്കളെ നമുക്കിത് പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കോഡിംഗ് ഡീകോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഈ അൺലോഗിയൽ ക്ലാസിഫിക്കേഷനിലൊക്കെ ഈ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ ആൽഫബറ്റും നമ്പറുകളും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കത് കൃത്യമായിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നോക്കൂ, എന്താണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത? WZB, ഓക്കെ, WZB എന്ന് പറയുന്ന കോഡിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഡേ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നു. WZB എങ്ങനെ മാറ്റിയിരിക്കുന്നു? ഡേ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് നോക്കെ, ഡബ്ല്യുവിന് പകരം Z വന്നിരിക്കുന്നു, ഇസഡിന് പകരം A വന്നിരിക്കുന്നു, ബിക്ക് പകരം എന്ത് വന്നിരിക്കുന്നു? Y വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ. പ്ലേസ് വാല്യൂ, സ്ഥാനവിലകളിൽ എന്തെങ്കിലും മാറ്റം കൊടുത്താണോ ഈ എഴുതിയിരിക്കുന്നത്? നോക്കൂ, എന്താണ് WDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഡബ്ല്യുവിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ അല്ലേ D? അതായത് കൃത്യം 13 വെച്ച് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഞാൻ ആദ്യം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ? ആദ്യത്തെ ഞാൻ എഴുതിയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു വന്നു അല്ലേ? ഈ വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യുവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? D. അപ്പൊ അതുപോലെ തന്നെ എയ്ക്ക് ഓപ്പോസിറ്റ് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? Z. ഈസ് ക്ലിയർ? ദെൻ വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ആളാരാണ്? B അല്ലെ? ബിക്ക് ഓപ്പോസിറ്റ് വന്ന ആളാണ് Y. ഓക്കെ, അപ്പൊ നേരെ ഓപ്പോസിറ്റ് ലെറ്റർ റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ MONDAY പറ, എമ്മിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? എമ്മിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ N അല്ലേ? ഓയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? ഓയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ L അല്ലേ? ദെൻ എന്നിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? എന്നിന് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? കൃത്യമായിട്ട് നമുക്കറിയാം M ആണ്. ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ W ആണ് കേട്ടോ. ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ W ആണ്. ഇനി എക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? Z ആണ്. ഓക്കെ, ക്ലിയർ ആണ്. വൈക്ക് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആരാണ്? B ആണ്. ക്ലിയർ ആണ്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? NLM WZB ഉണ്ടല്ലോ. ആരാണ്? ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് കത്തിയോ? അപ്പോ ഇതാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് 26 ലെറ്റേഴ്സ് ഞാൻ കാണിച്ചു തന്നു. ഈ 26 ലെറ്റേഴ്സിനകത്ത് പല കൈൻഡ് ഓഫ് ലോജിക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പൊ ഹായ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഹായ് എന്ന് പറയുന്ന വേർഡിനെ ഇങ്ങനെ മാറ്റിയെന്നിരിക്കട്ടെ. എങ്ങനെയാണെന്ന് അറിയാമോ? ഹായ് എന്ന് പറയുന്ന വേർഡിനെ IBJ എന്ന് മാറ്റിയെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനാണെങ്കിൽ അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഹലോ എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റാം? അപ്പൊ ഹായ് എങ്ങനെ IBJ എന്ന് മാറി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഹായ് എങ്ങനെ IBJ എന്നായി മാറി? ഹായിയുടെ ഓരോ ലെറ്ററിനും +1 ഇൻക്രിമെന്റ് കൊടുത്തു അല്ലെ. എച്ചിന് പകരം I കൊടുത്തു, എക്ക് പകരം B കൊടുത്തു, ഐക്ക് പകരം J കൊടുത്തു. അതായത് പ്ലേസ് വാല്യൂസിനകത്ത് 1 ഇൻക്രിമെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എച്ചിന് പകരം നമ്മൾ I കൊടുക്കുന്നു, ഇക്ക് പകരം നമ്മൾ F കൊടുക്കുന്നു, എല്ലിന് പകരം നമ്മൾ M കൊടുക്കുന്നു, അപ്പൊ ഒയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? P കൊടുക്കുന്നു. അതായത് നമ്മൾ എന്താ ചെയ്തത്? പ്ലേസ് വാല്യൂവിൽ എല്ലാം +1 ഇൻക്രിമെന്റ് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഹായ്ക്ക് ഉപയോഗിച്ച ലോജിക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ ഹലോ എന്ന് പറയുന്ന ഒരു വേർഡിനെ നമുക്ക് സിമ്പിളായി അതേ ലോജിക്ക് ഉപയോഗിച്ച് മാറ്റി എഴുതാം. ഇത് സ്ഥാനവിലകൾക്ക് അല്ലെങ്കിൽ പ്ലേസ് വാല്യൂസിന് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്ത്? സ്ഥാനവിലകൾക്ക് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും സ്ഥാനവിലകൾക്ക് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ വരണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇവിടെ ഞാൻ +1 ഇൻക്രിമെന്റാ കാണിച്ചെങ്കിലും +1 തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ +2 ആവാം, +3 ആവാം, +4 ആവാം, +5 ആവാം, -1 ആവാം, -2 ആവാം, -10 ആവാം. ഇപ്പൊ പ്ലേസ് വാല്യൂവിന്റെ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ കൊടുത്ത് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നമ്മുടെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നത് ആ രീതിയിലായിരുന്നില്ല. എങ്ങനെയാണ്? പ്ലേസ് വാല്യൂവിന്റെ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ അല്ല, മറിച്ച് എന്താണ്? നമുക്കിടെ ആ ഒരു ലെറ്റർ അറേഞ്ച്മെന്റിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്റർ റീപ്ലേസ്മെന്റുകളാണ് അവിടെ വരുത്തിയത്. ക്ലിയർ ആണേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡിസംബർ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, നോക്കണേ. ഡിസംബർ എന്ന് പറയുന്ന വേർഡിനെ ഡിസംബർ എന്ന് പറയുന്ന വേർഡിനെ മാറ്റി എഴുതിയിരിക്കുന്നത് ഡിസംബർ എങ്ങനെ മാറി? EDECBMRE. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ്ടേ ഇതിലെ, അതായത് ഡിസംബറിലെ അതേ ലെറ്ററിലെ ലെറ്റേഴ്സ് തന്നെയല്ലേ? ഡിസംബർ എന്ന് പറയുന്ന വേർഡിൽ അതേ ലെറ്റേഴ്സ് തന്നെയല്ലേ ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത്? നോക്കൂ, CMBER. അതായത് ഇവിടെ ഒരു ക്രോസ് ലെറ്റർ അറേഞ്ച്മെന്റ് അല്ലേടെ മക്കളെ വരുത്തിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ. എന്താണ്? ഒരു ക്രോസ് ലെറ്റർ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയെ എങ്ങനെ മാറ്റി എഴുതും? പറ. ഫെബ്രുവരിയെ മാറ്റി എഴുതുമ്പോൾ എന്താണ്? ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്താൽ പോരെ? സിമ്പിൾ ആയിട്ട് ക്രോസ് അറേഞ്ച്മെന്റ് കൊടുത്താൽ പോരെ? എന്താ? EF ആകുന്നു, EF ഇന്റർചേഞ്ച് ചെയ്യുന്നു, RBAUYR. അപ്പൊ എന്താണ്? EF RB AU, EF RB AU YR. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയായിരുന്നു നിങ്ങൾക്ക്? അപ്പോ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഈ കോഡിനെ പ്രത്യേകം ഡിസംബർ എന്ന് പറയുന്ന വേർഡിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണ് കോഡ് ചെയ്തപ്പോഴും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം. എന്താ ഉറപ്പിക്കാൻ പറ്റുന്നത്? പ്ലേസ് വാല്യൂവിൽ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ഇല്ല. സ്ഥാനവിലകൾക്ക് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ അല്ല, മറിച്ച് ഇതിലെ ലെറ്റേഴ്സിലെ വേർഡിലെ ലെറ്റേഴ്സ് എടുത്തുകൊണ്ട് ഒരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ അറേഞ്ച്മെന്റ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഞാൻ ആ അറേഞ്ച്മെന്റ് നോക്കിയപ്പോൾ ഒരു ക്രോസ് അറേഞ്ച്മെന്റ് ആയിരുന്നു. സിമ്പിൾ ആയിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് എനിക്ക് ഫെബ്രുവരിയെ മാറ്റി എഴുതി ആൻസറും കിട്ടി. കത്തിയോ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്ന വേർഡിനെ മാറ്റി എഴുതിയിരിക്കുന്നത് EMOM NTUM. മക്കളെ നോക്കേ, ഈ അവസാനത്തെ 4 ലെറ്ററിന് ഒരു ചേഞ്ചും ഇല്ല. MOME എന്നുള്ളത് ഇവിടെ തിരിച്ചിട്ടു എന്നുള്ളതല്ലേ ഉള്ളടേ. ഇവിടെ ഒരു റിവേഴ്സ് വന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോ നിങ്ങൾ പറ, മാഗ്നറ്റിക് എങ്ങനെ മാറ്റും? മാഗ്നറ്റിക് സെയിം 8 ലെറ്റർ തന്നെ. അപ്പൊ ഇവനെ മാറ്റണ്ട, ഇവരെ മാത്രം റിവേഴ്സ് അടിച്ചാൽ മതി. എന്താ? NGAN NGAM വന്ന ഏതുണ്ട്? NGAM. ഓക്കെ, NGAM ഒക്കെയാണ്. ഇവിടെ എന്താണ്? ETIC. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി അല്ലേ നമുക്ക് റൈറ്റ് ഉത്തരമായിട്ട് വന്നത്? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? ഈ ആദ്യത്തെ 4 ലെറ്ററിനെ തിരിച്ചിട്ടു, ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതിയിരിക്കുക. ഓക്കെ, 4 എണ്ണത്തെ തിരിച്ചിട്ടു, ബാക്കിയുള്ളത് അതുപോലെ എഴുതി. അപ്പൊ ഇവരെ മാത്രം നമ്മൾ തിരിച്ചെഴുതിയിട്ട് ഇവനെ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണേ? സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂസ് എന്ന് പറയുന്ന വേർഡ്.
ന്യൂസ് എന്ന് പറയുന്ന വേർഡ് മാറിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? WENS. ഇവിടെയും സെയിം വേർഡ് ന്യൂസ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ് മാറ്റി എഴുതിയപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മേറ്റ് എങ്ങനെ മാറാം? മേറ്റ് എങ്ങനെ മാറാം? ന്യൂസിലെ ലെറ്റേഴ്സ് വന്നിരിക്കുന്നത് നോക്കെ WENS. നേരെ തിരിച്ചിടുകയൊന്നും അല്ല ചെയ്തേക്കുന്നത്, ചെറിയൊരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആ അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഒരു നമ്പർ പ്ലേസ് ചെയ്യുക, 1 2 3 4 എന്ന് കൊടുക്കുക. ഇവിടെ ഇത് മാറിയപ്പോൾ എവിടെ വന്നു? 3 2 1 4 പൊസിഷനിലല്ലേ വന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെ സെയിം ലെറ്റർ തന്നെ അല്ലേ, 4 ലെറ്റർ അല്ലേ ഉള്ളൂ. അപ്പൊ 1 2 3 4 സെയിം ലെറ്റർ തന്നെ ആണോ നോക്കണം. ഇവിടെ എന്ത് ചെയ്യുക? 3 2 1 4 എന്നാക്കുക. അപ്പൊ എന്താ വരുന്നത്? പറഞ്ഞേ. TAM എന്ന് മാറി. ഓ, മേറ്റ് സിമ്പിൾ ആയിട്ട് ടേം എന്ന് മാറി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയായിരുന്നോ? സിമ്പിൾ ആയിട്ട് കത്തിയായിരുന്നോ? ഓക്കെ. അപ്പോൾ ചില സമയത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇത്തരത്തിലൊരു നമ്പർ അറേഞ്ച്മെന്റ് കൊടുത്താലും കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നോക്കണേ. ഇതിനെ നേർ പകുതി വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ കണ്ടോ, ITSBUS NOITU അല്ലേ? അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് ഐ വരെ ഡിവൈഡ് ചെയ്തിട്ട് IRTSID വരുന്ന ഏതൊക്കെ ഉണ്ട്? ഇത് രണ്ടും ഓക്കെയാണ്. ഇതിൽ ആരെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. IRTSID. ഇനി ഇവനെ തിരിച്ചിടുമ്പോൾ എന്താ വരുന്നത്? NOITUB. ഇപ്പൊ ഇത് തെറ്റി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഇവനെയും തിരിച്ചിട്ടു, ഈ ഹാഫിനെയും തിരിച്ചിട്ടു, ഇവനെയും തിരിച്ചിട്ടു. കിട്ടിയല്ലോ നിങ്ങൾക്ക്? സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. മോഹൻ ഈസ് കോഡഡ് ആസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മോഹൻ ഈസ് കോഡഡ് ആസ് KMFYL. MKI എന്ന് പറഞ്ഞാൽ നോക്ക് മക്കളെ, 1 2 ബാക്കിലോട്ട് -2 വന്നു. OMI നോക്കി, OMI 1 2 -2. HFI -2. AYI എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരുന്നത്, -2. NLI. അപ്പൊ നിങ്ങൾ പറ, കൗണ്ടിനെ ഒന്ന് മാറ്റി പറഞ്ഞ്. കൗണ്ട് എങ്ങനെ? സിയിൽ നിന്ന് -2. സിയിൽ നിന്ന് -2 എന്ന് പറഞ്ഞാൽ ആര് വരും? A. ഓയിൽ നിന്ന് -2 ആര് വരും? M വരും. യുവിൽ നിന്ന് -2 ആര് വരും? S വരും. എന്നിൽ നിന്ന് -2 ആര് വരും? L വരും. ടിയിൽ നിന്ന് -2 വരുമ്പം ആര് വരും? R വരും. AMSLR ഉണ്ടല്ലോ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയായിരുന്നു? അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ചില ആൾക്കാർ പരാതിയായിട്ട് പറയാറുണ്ട്, സാർ എങ്ങനെ എനിക്ക് ലോജിക്ക് ഇമ്പ്രൂവ് ചെയ്യാം? ലോജിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം മക്കളെ. നിങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ലോജിക്ക് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കേ. ആൽഫബറ്റ് നമ്പറൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് പറഞ്ഞേ? റെഡ്യൂസ് എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്ന 56. എങ്ങനെ നോക്കിയേ? 6 നമുക്ക് ആകെ ആൽഫബറ്റിന്റെ പ്ലേസ് വാല്യൂ അറിയത്തുള്ളൂ. 6 18 E എത്രയാണ്? 5, D 4, U 21, C 3, E 5. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയത്, നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടാം. അപ്പം 18 5 4 9 9 21 30 പിന്നെ 8 അല്ലേ? 8 × 16 3 4 1 5 56. കറക്റ്റാണ്. റെഡ്യൂസ് എങ്ങനെ 56 എന്ന് വന്നു എന്നുള്ള കാര്യം കത്തിയില്ലേ? റെഡ്യൂസ് എങ്ങനെ 56 എന്ന് വന്നു? ക്ലിയർ ആയിട്ട് കത്തിയല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റീയൂസ് എന്ന് പറയുന്ന വേർഡ് വന്നത് എങ്ങനെയാണ്? റീയൂസ് വന്നത് എങ്ങനെയാ? 6ന്റെ പ്ലേസ് വാല്യൂ എന്താണ്? 6ന്റെ പ്ലേസ് വാല്യൂ വന്നിരിക്കുന്നത് 18. ഇയുടെ പ്ലേസ് വാല്യൂ 5. യുവിന്റെ പ്ലേസ് വാല്യൂ 21. എസിന്റെ പ്ലേസ് വാല്യൂ 19. ഇയുടെ എത്രയാണ്? 5. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടണം. 18 19 20 നമുക്ക് 40 അങ്ങ് എടുക്കാം. 5 5 10 8
68. ക്ലിയർ അല്ലേ? 68. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി 21 19 കൂടെ കൂട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. 18 5 5 10. അങ്ങനെ നമ്മൾ എത്ര എഴുതി? 68 നമുക്ക് റൈറ്റ് ഉത്തരമായി. റീയൂസിന്റെ കോഡ് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ആൽഫബറ്റുകളുടെ പ്ലേസ് വാല്യൂസിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂസ് എഴുതി ആഡ് ചെയ്തിരിക്കുകയാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ എ കോഡ് ലാംഗ്വേജ് 3 4 5 6 നോക്കൂ മക്കളെ, 3 4 5 6 ROP എന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെറ്ററിന് ഇവിടെ ഒരു ആറിന്റെ പ്ലേസ് വാല്യൂ ഒന്നും അല്ല 3 നമുക്കറിയാം. പക്ഷെ ഇവിടെ ഓരോ ലെറ്ററിനും ഒരു വാല്യൂ അങ്ങ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 4 6 1 3 എന്ത് വരും? 1 5. ഇതിനകത്ത് 5 ആരാ? പി അല്ലേടാ. 4 ആരാ? പറഞ്ഞേ 4 ആരാ? ഒ അല്ലേ. 6 ആരാ? 6 ഇ അല്ലേ. ഐ ആരാ? ഐ ആരാ? പറഞ്ഞേ. ഐ അല്ല. 1 ആരാ? 1 എ അല്ലേ. 3 ആരാ? ആർ. അപ്പൊ PO EAR ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. PO EAR കൃത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഡേഞ്ചർ ഈസ് കോഡഡ് ആസ് 11 8 21 14 12 25 അങ്ങനെയാ മക്കളെ. ഡിയുടെ പ്ലേസ് വാല്യൂ 4 അല്ലേ. എയുടെ പ്ലേസ് വാല്യൂ 1. എന്നിന്റെ പ്ലേസ് വാല്യൂ 14. പിന്നെന്താണ്? 12ന്റെ ജിയുടെ പ്ലേസ് വാല്യൂ എന്താണ് വരുന്നത്? 7. ഇയുടെ പ്ലേസ് വാല്യൂ 5. പിന്നെ ആറിന്റെ പ്ലേസ് വാല്യൂ 18. അപ്പൊ ഇതാണ് വരണം. 4 1 14 7 5 18 എന്നാണ് പ്ലേസ് വാല്യൂ കറക്റ്റ് ആയിട്ട് വന്നാൽ വരേണ്ടത്. പക്ഷെ ഇവിടെ എല്ലാം ഒരു 7 കൂടെ കൂട്ടി 11, ഒരു 7 കൂടെ കൂട്ടി 8, ഒരു 7 കൂടെ കൂട്ടി 21, ഒരു 7 കൂടെ കൂട്ടി 14, ഒരു 7 കൂടെ കൂട്ടി 12, ഒരു 7 കൂടെ കൂട്ടി 25. അതായത് പ്ലേസ് വാല്യൂവിലെല്ലാം എന്തിന്റെ ഇൻക്രിമെന്റ് കൊടുത്തു? ഒരു 7ന്റെ ഇൻക്രിമെന്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മെഷീൻ എന്നുള്ള വേർഡ് എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ എന്നുള്ള വേർഡ് എഴുതുമ്പോൾ സാധാ പ്ലേസ് വാല്യൂ അല്ല, അതിന്റെ ഒപ്പം 7 കൂടെ കൂട്ടി എഴുതണം. എമ്മിന്റെ പ്ലേസ് വാല്യൂ 13, 13 7 20. എയുടെ പ്ലേസ് വാല്യൂ 1 കൂട്ടുമ്പോൾ എത്ര വരും? 8. സിയുടെ പ്ലേസ് വാല്യൂ 3 കൂട്ടുമ്പോൾ 10. എച്ചിന്റെ പ്ലേസ് വാല്യൂ 8 8 7 15. ഐയുടെ പ്ലേസ് വാല്യൂ 9 9 7 16. എന്നിന്റെ പ്ലേസ് വാല്യൂ 14 14 7 21. ഇയുടെ പ്ലേസ് വാല്യൂ 5 5 7 12. അപ്പൊ 20 8 10 15 20 8 15 16 21 12. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ? പ്ലേസ് വാല്യൂ നേരിട്ട് തന്നെയല്ല, പ്ലേസ് വാല്യൂവിന്റെ ഒപ്പം എന്തുകൂടെ കൂട്ടി? ഒരു കോമൺ കോൺസ്റ്റന്റ് ആയ 7 കൂടെ കൂട്ടി. കത്തിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സൺഡേ ഈസ് ഈക്വൽ ടു 18. സൺഡേ എന്ന് പറയുന്ന വേർഡിന് എത്ര വന്നേക്കുന്നത്? 18. എന്താണ് സൺഡേ 18? സൺഡേയുടെ പ്ലേസ് വാല്യൂ കൂട്ടുമ്പോൾ അല്ല എന്ന് ഉറപ്പല്ലേ. എസ് യു ഒക്കെ കൂട്ടുമ്പോൾ തന്നെ വലിയൊരു വാല്യൂ വരുന്നത്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്ക് വളരെ സിമ്പിൾ ലോജിക്ക് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ 1 2 3 4 5 6 ഇവിടെ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ 1 2 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെയോ 1 2 3 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു 3 18 കണ്ട. 7 ഇൻറ്റു 3 21 കണ്ട. 4 ഇൻറ്റു 3 12. അപ്പൊ ഇത് പറയാം എത്ര? 1 2 3 4 5 6 7 8 8 ഇൻറ്റു 3 എത്ര കിട്ടും? 24. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഇത് സാറിന് നമ്മൾ പ്ലേസ് വാല്യൂ ഇട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ലെറ്ററിന്റെ കൗണ്ടിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഈച്ച് ഓഫ് ദ ലെറ്റർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് അസൈൻഡ് ആൻ ഈവൻ ന്യൂമറിക്കൽ വാല്യൂ ബിഗിൻ വിത്ത് എ. അതായത് എക്ക് നമ്മളൊരു വാല്യൂ ഇവിടെ അസൈൻ ചെയ്യുക. എക്ക് 2 ബിക്ക് 4 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഓരോ ലെറ്ററിന്റെ പ്ലേസ് വാല്യൂന്റെ ഡബിൾ എടുക്കണം. അപ്പൊ ഐക്ക് പകരം നമ്മൾ എടുക്കുമ്പോൾ എത്ര? ഐയുടെ എത്ര വരുന്നത് പറഞ്ഞ്? ഐയുടെ വരുന്നത് 9. 9ന്റെ ഇരട്ടി 18 എടുത്തോണം. എൻ എടുക്കുന്നു. എന്നിന്റെ പ്ലേസ് വാല്യൂ എത്ര? 14. അതിന്റെ ഇരട്ടി എടുത്തോണം 28. ഡിയുടെ പ്ലേസ് വാല്യൂ 4. അതിന്റെ ഇരട്ടി എടുത്തു. പിന്നെന്താണ്? ഐയുടെ പ്ലേസ് വാല്യൂവിന്റെ ഇരട്ടി 18. എയുടെ പ്ലേസ് വാല്യൂവിന്റെ ഇരട്ടി 2. അതായത് കൂട്ടണം 18 28
20, 28, 8 8 16, 16 8 16 8 8 16 16 8 24 5 74 74 ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് വേറൊരു ടൈപ്പാണ്. എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞത് പ്യുവർ ആൽഫബറ്റ്സ് മാത്രമാണ്, കോഡിംഗ് വിത്ത് ആൽഫബറ്റ് മാത്രമായിരുന്നു. രണ്ടാമത് ആൽഫബറ്റ് നമ്പേഴ്സ്, അതായത് കോഡിംഗ് വിത്ത് നമ്പേഴ്സ് ആണ് പറഞ്ഞത്. ഇപ്പൊ കോഡിംഗ് വിത്ത് സിമ്പിൾസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ്ട് പി എ അച്ചു കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇനെ ഹാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, എഗെയിൻ പീനെ എന്തുകൊണ്ടാ അറ്റു കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, പീനെ അറ്റു കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇനെ ഹാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ആറിനെ ഈ സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ പാമ്പർ ആരാണ്? നമുക്കിത് നോക്കി കമ്പയർ ചെയ്ത് അങ്ങ് എഴുതാം. പി ആരാ വരുന്നത്? പി എ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അറ്റല്ലേ. എ ആരാ? എ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ അല്ലേ. എം ആരാ? എം സ്റ്റാർ അല്ലേ. പി എ അറ്റല്ലേ. ഈ ആരാണ്? ഈ നമ്മൾ എഴുതിയാണത്. ഈ ആരാണ്? ഹാഷാണ്. നോട്ട് ആറാരാണ്? 6 വരുന്നത് നോട്ട്. അപ്പോൾ അറ്റ് ഇത് സ്റ്റാർ അറ്റ് ഹാഷ് നോട്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓരോ ലെറ്ററിനെ ഒരു സിമ്പിൾ കൊണ്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വേർഡ് വന്നിട്ട് എന്തായാലും ഈ 2 വേർഡിനകത്ത് ഉള്ള ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് എന്തിനകത്ത് കാണത്തുള്ളൂ? കണ്ടുപിടിക്കാൻ തരുന്ന വേർഡിനകത്ത് കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? അതാണെങ്കിൽ നോക്കി കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പി എ ഹാഷ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, എ സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, സി എ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഇ എ അറ്റ് ദ റേറ്റ് വേണം. അപ്പൊ എന്താണ്? പി എ ഹാഷ, എ പെർസെൻറ്റേജ്, സി എ എഫ്, ഇ അറ്റ് ദ റേറ്റ് ഹാഷ് സ്റ്റാർ എഫ് അറ്റ് ദ റേറ്റ്. ഓപ്ഷൻ സി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആദ്യം പറയേണ്ട ക്വസ്റ്റൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കോഡിംഗ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആക്ച്വലി എന്താണ് ചെയ്തേക്കുന്നത്? ഇഫ് എയർ ഈസ് കാൾഡ് ഗ്രീൻ, എയറിനെ എന്തെന്ന് വിളിക്കുന്നു? ഗ്രീൻ എന്ന് വിളിക്കുന്നു. ഗ്രീൻ ഈസ് കാൾഡ് ബ്ലൂ. ഇപ്പൊ ഒന്ന് എയറിനെ ഗ്രീൻ, എയർ ഈസ് കാൾഡ് ഗ്രീൻ, ഗ്രീൻ ഈസ് കാൾഡ് ബ്ലൂ, ബ്ലൂ ഈസ് കാൾഡ്, ബ്ലൂവിനെ എന്തെന്ന് വിളിക്കുന്നു? സ്കൈ എന്ന്. ബ്ലൂ ഈസ് കാൾഡ് സ്കൈ, സ്കൈ ഈസ് കാൾഡ് യെല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ യെല്ലോ ഈസ് കാൾഡ് വാട്ടർ, വാട്ടർ ഈസ് കാൾഡ് പിങ്ക്. ദെൻ വാട്ട് ഈസ് ദ കളർ ഓഫ് ക്ലിയർ സ്കൈ? ക്ലിയർ സ്കൈയുടെ കളർ എല്ലാവർക്കും അറിയാം, എന്താണ്? ബ്ലൂ ആണെന്ന് അറിയാം. പക്ഷെ ബ്ലൂ ഈസ് കാൾഡ് എന്താണെന്നാ പറയുന്നത്? സ്കൈ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. സോ ആൻസർ എന്താ വരും? ഓപ്ഷൻ എ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ കളർ ഓഫ് ക്ലിയർ സ്കൈ? ഈസ് വെരി ക്ലിയർ, ഇറ്റ് ഈസ് ബ്ലൂ. ബ്ലൂ ഈസ് കാൾഡ് എന്താണ്? സ്കൈ. സോ ദ ആൻസർ ഈസ് സ്കൈ. മനസ്സിലായി? അപ്പൊ ഈസ് കാൾഡ് ഉപയോഗിച്ച് വരികയാണെങ്കിൽ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഗോ ഹോം എന്ന് പറയുന്ന സെന്റൻസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? TANA എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നൈസ് ലിറ്റിൽ ഹോമിനെ NAJA, നൈസ് ലിറ്റിൽ ഹോമിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? NAJAPA എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഗോ ആരെ ഡിനോട്ട് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ നോക്കൂ, രണ്ടിടത്ത് കോമൺ ആയിട്ട് വന്ന ഹോം, രണ്ട് സെന്റൻസിലും കോമൺ ആയിട്ട് വന്നു. ഇപ്പൊ 2 സെന്റൻസിലും കോമൺ ആയിട്ട് ഒരാളുണ്ടാവും, ഒരു വേർഡ് ഉണ്ടാവും, NA എന്ന് പറയുന്ന വേർഡ്. അത് ഞാൻ കമ്പയർ ചെയ്ത് വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗോ എന്ന് പറയുന്ന വേർഡ് ആരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? TA ആയിരിക്കത്തില്ലേ? ഇങ്ങനെ കമ്പയർ ചെയ്യുക. നമുക്കൊരു സെന്റൻസും തരുന്നു, ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ. ഗോ ഹോമിനെ TANA എന്ന് വിളിച്ചു, നൈസ് ലിറ്റിൽ ഹോമിനെ NAJAPA എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹോം 2 സെന്റൻസിലും ഉള്ള വേർഡ് ആയതുകൊണ്ട് ഹോം ക്യാൻസൽ ചെയ്തപ്പം 2 സെന്റൻസിലും ഉള്ള സിമ്പിൾ റെപ്രസെന്റേഷൻ ആയി NA ക്യാൻസൽ ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ റിമൈനിങ് ഗോ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരേ ഉള്ളൂ? TA ഉള്ളൂ. അപ്പൊ ഗോ ഡിനോട്ട് ചെയ്യുന്ന ആരെയാണ്? TA അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലൂടെ കോഡിംഗ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.